ഏഴ് കാതൽ ഏഴുമലൈ നിവിൻ പോളിയുടെ തമിഴ് സിനിമയാണ്. സൂറി, അഞ്ജലി, നിവിൻ പോളി ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എത്തുന്നത്. ഒരു ഫാൻറ്റസി സിനിമയായിട്ടാണ് എനിക്ക് ആ ഒരു പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഒരു ലവ് സ്റ്റോറി ബേസ്ഡുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വല്ലതുമായിരിക്കണം. എന്തായാലും ആ ഒരു ഗ്ലിംസ് എത്തിയിട്ടുണ്ട്. 2 മിനിറ്റുള്ള ഒരു ഗ്ലിംസാണ്. അപ്പം യുവൻ ശങ്കർ രാജയാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. റാമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു ഗ്ലിംസ് കണ്ടിട്ട് സിനിമ എന്താണ് എന്നുള്ളത് നോക്കാം. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അതായിരിക്കും നല്ലത്. അപ്പം നേരെ നമുക്ക് ഗ്ലിംസിലേക്ക് പോകാം. ஒருத்தரை விட்டு ஒருத்தர் போகிறதுக்கு வேணாம் 1000 காரணம் இருக்கும். ஆனால் ஒருத்தர் கூட ஒருத்தர் போகிறதுக்கு ஒரே ஒரு காரணம் மட்டும்தான் இருக்க முடியும். அது என்ன சார்? காதல். ஒரு 4000 வருஷத்துக்கு முன்னாடி ஒரு பாளையம், ஒரு அரண்மனை, அதில் ஒரு நிலாமுற்றம். சாயங்காலமாக நீங்கள் அங்கே வந்து நின்றீங்க. தலையில் ஒரு கிலோ வரைக்கும் ஃபுல் அட்ரஸ். வெளியூர் நினச்ச காற்றுல முகத்திற மேலே படுத்துச்சு உங்கள் முகம். கீழே வந்தவைகளாம் ராணின்னு கை எடுத்து கும்பிட்டாங்க. நானும் கும்பிட்டேன். முதல்ல நான் உங்களை பார்த்தப்ப நீங்கள் இல்லை ராணி. அது எப்படி சார்? உன் வயசு என்ன? 32 சார். எனக்கு 8822. நான் சொன்னது நீங்கள் நம்பியிருக்க மாட்டீங்க. ஆனால் நான் சொன்னது நிஜம். ഡയറക്ടർ ബൈറാണ്. റിലീസ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ല. സിനിമയുടെ ആ ഒരു ഗ്ലിംസ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇമ്പ്രസീവായിട്ടുള്ളൊരു സാധനമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരു ഇപ്പം മഹധീര നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ കുറേ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ അല്ലെങ്കിൽ ആ ഒരു ഫാൻറ്റസി സിനിമകളുണ്ടല്ലോ, ആ ഒരു സിനിമ കാണുന്ന ആ ഒരു ഗ്ലിംസൊക്കെ കാണില്ലേ, ട്രെയിലർ കാണില്ലേ, ആ ഒരു ഫീൽ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഗ്ലിംസ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഈ ഇതിനകത്ത് 3 ക്യാരക്ടേഴ്സിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സൂര്യയുടെ ക്യാരക്ടർ, അഞ്ജലിയുടെ ക്യാരക്ടർ, നിവിൻ പോളിയുടെ ക്യാരക്ടർ. അതിൽ അഞ്ജലി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സിനിമയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷേ ഭയങ്കര ഗ്ലാമറായിട്ടുണ്ട്. ഭയങ്കര ഗ്ലാമർ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്ലാമർ. നമ്മൾ പണ്ട് കണ്ട അഞ്ജലിയുടെ ആ ഒരു പഴയ അഞ്ജലി ഉണ്ടല്ലോ, ആ ഒരു ഫീൽ എനിക്ക് ഈ ഒരു സിനിമയിൽ കണ്ടപ്പം, സിനിമയല്ല ഗ്ലിംസ് കണ്ടപ്പോൾ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സൂര്യയുടെ ക്യാരക്ടർ ഓൾറെഡി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ് ആണോ കോമഡിയാണോ നമുക്ക് നോക്കിയറിയാം. പക്ഷേ നിവിൻ പോളി ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കോടതി സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരെന്തുവായിരുന്നു, മറ്റേ ആസിഫ് അലിയൊക്കെ ഉള്ളൊരു സിനിമ, ആസിഫ് അലിയൊക്കെ ഉള്ളൊരു സിനിമ, ആ ഒരു അതിനകത്ത് ഒരു സ്വാമിയായിട്ട് വരില്ലേ, അതേപോലത്തെ ആ ഒരു ലുക്കാണ്. ആ ഒരു പഴയ വണ്ണമൊക്കെ ഉള്ള ആ ഒരു ലുക്കൊക്കെ തന്നെയാണ്. എന്തായാലും ഗ്ലിംസ് കണ്ടപ്പം ഒരു അത്യാവശ്യം നല്ല സിനിമയായിരിക്കും. ഒരു ഫാൻറ്റസി ലവ് ഡ്രാമയായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലുതായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. അഞ്ജലിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് നിവിൻ പോളി 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്റ്റോറിയെ പറ്റിയിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പം 8882 വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട് നിവിൻ പോളിക്ക്. അതൊക്കെ എന്താണ്, ഇനി ഒറിജിനലാണോ അതോ ഇനി വല്ല ക്യാരക്ടറല്ല പ്രേതം വല്ലതും പിടിക്കുന്നത്, പ്രേതമല്ല, എന്തായാലും നമ്മൾ എക്സോസിസം പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണോ ഒന്നും അറിയില്ല. എന്തായാലും സിനിമ വന്നെങ്കിൽ മാത്രമേ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ട്രെയിലറാണ് വന്നത്, ഗ്ലിംസാണ് വന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ യുവൻ ശങ്കർ രാജയാണ്. അത് കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു സീൻസിനോട് ഭയങ്കരമായിട്ട് സിങ്ക് ആവുന്ന തരത്തിലാണ് യുവനത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടാകും. എന്തായാലും നിവിൻ പോളിക്ക് 2024 ഒരു നല്ല വർഷമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളി ഫ്രം ഇന്ത്യ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു 7 കാതൽ ഏഴുമലൈ വരുന്നുണ്ട്. അപ്പം 2 സിനിമയും ഒരു ഫസ്റ്റ് ലുക്കും ട്രെയിലറും ടീസറും കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതാണ് നല്ല സിനിമയായിരിക്കും എന്നാണ്. നിവിൻ പോളി ഒരു കംബാക്ക് ആവട്ടെ 2024 എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നിവിൻ പോളി എന്നുള്ള നടനെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം നിവിൻ പോളി എന്തായിരുന്നുള്ളത്. ആ ഒരു പഴയ നിവിൻ പോളി തിരിച്ചു വരികയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും.
എന്തായാലും സിനിമയുടെ ട്രെയിലറും അടുത്ത അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. എന്തായാലും ഈ ഒരു ഗ്ലിംസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയാണ് 7 കാതൽ 7 മലയുടെ ഗ്ലിംസിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്.